കാർബൺ ലിക്വിഡ് ഫോമിലാണ് കിടക്കുന്നത്. തുറക്കാൻ നേരത്തെ അത് ഗ്യാസ് ഫോമായിട്ട് തിരിച്ചു വരും. ഇത് തുറക്കാൻ നേരത്തെ നല്ല സൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഇത് ഈ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നമ്മൾ ടാപ്പ് വേണമെങ്കിൽ തുറന്നാണ്. ഓക്കെ, അതേപോലെ തിരിച്ചടച്ച് വെക്കാനുണ്ട്. തുറക്കാൻ നേരത്താണ് ഈ ഗ്യാസ് നമ്മൾ എന്താണ് LPG ഗ്യാസ് തുറക്കാൻ ഒരു സൗണ്ട് വരില്ലേ? സൗണ്ട് കേട്ടിട്ടുണ്ടോ? അതേപോലെ കുറച്ചൊരു സൗണ്ട് ഉണ്ടോ കേട്ടോ? പ്രത്യേകിച്ച് പറഞ്ഞതെന്ന് പറയുമ്പോൾ പഠിപ്പിച്ചു തന്നു. ഇത് എടുത്തുകൊണ്ട് അവിടെ പോകാൻ ഇതിൽ തുറക്കാൻ സൗണ്ട് കേൾക്കും. അവിടെ ഇട്ടിട്ട് ഓടരുത്. ഓക്കെ, മെയിൻ കേസ് എന്താ പറയുക, ഇട്ടിട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു ചെറിയ സ്പ്രേ ഉണ്ടല്ലോ, ആ കുപ്പി ഉണ്ടല്ലോ, അവസാന തുള്ളി വരെ നമ്മൾ അടിക്കും അല്ലേ? അടിച്ചിട്ട് ഒരു തുള്ളി ഇല്ലെന്ന് കണ്ടിട്ടാണ് അമ്മ കത്തിച്ചുകൊണ്ടിരിക്കാനകത്ത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നത്. പൊട്ടിത്തെറിച്ച് നമ്മളെ കൂടെ വരും. ഇത്രയും ചെറിയ കുപ്പി. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? അതുകൊണ്ട് അണയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയി നമുക്കൂടെ പണി വാങ്ങിച്ചു തരുന്നത്. നമ്മൾ വരാൻ നേരത്തായിരിക്കും ചിലപ്പോൾ ഇത് നല്ല പരുവത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് ചെറിയ സൗണ്ട് ഉണ്ടാകുന്നുള്ളൂ, നമുക്ക് ഒരു ഡേഞ്ചറും ഇല്ല. ഇതാണ് ഓക്കെ ആണല്ലോ, ചെയ്യാൻ പറ്റുമല്ലോ. ശരി, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇത് ഫയർ ബോളാണ്. ഇതിങ്ങനെ പ്രചാരത്തിലായി വരുന്നതേ ഉള്ളൂ. സംഭവം വേറൊന്നുമില്ല. ഈ ബോൾ എടുത്ത് എൻ്റെ തീയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് ഇതിൻ്റെ അകത്ത് എക്സ്റ്റിങ്വിഷിങ് പൗഡറുണ്ട്. അതിങ്ങനെ പൊട്ടിത്തെറിച്ച് എക്സ്റ്റിങ്വിഷായി തീരും, ഫയർ തീരും. അപ്പോൾ ഇത് ഇവിടെയൊക്കെ കുറവാണ്, ആയി വരുന്നതേ ഉള്ളൂ. ഓക്കെ, ശരി. ഇത് മോഡുലാർ ഫയർ എക്സ്റ്റിങ്വിഷർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു റൂം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അതിൻ്റെ അകത്തുള്ള നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇത് മൗണ്ട് ചെയ്യും. കണ്ടോ ഇതിങ്ങനെ തിരിച്ച് അത്രയൊക്കെ തിരിഞ്ഞ് മൗണ്ട് ചെയ്താൽ ഇതേപോലെ ഈ പ്രൊജക്ടർ ചെയ്തേക്കുന്നുണ്ടോ? അതേപോലെ തിരിച്ച് വയ്ക്കും. തിരിച്ച് വയ്ക്കാനകത്ത് കണ്ടോ? തിരിച്ച് വയ്ക്കാനകത്ത് എന്താ പറയുമ്പോൾ ഇവിടെ ഒരു ഫയർ ഉണ്ടായി. ഈ റൂം എന്താണ് 68 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ട് വരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഇത് കണ്ടോ, ഇത് പൊട്ടും. ഇത് ബൾബ് ഇരിക്കുന്നുണ്ടോ? ആ ബൾബ് എന്ത് ചെയ്യും? പൊട്ടും. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്തുള്ള എക്സ്റ്റിങ്വിഷിംഗ് ഏജൻറ്റ് പുറത്ത് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഇത്. അപ്പോൾ നമ്മൾ ആവശ്യമില്ല. രാത്രി വല്ല ഫയറായി കഴിഞ്ഞാൽ ഇത് തന്നെ പൊട്ടി അതെന്താ എക്സ്റ്റിങ്വിഷ് ചെയ്തോളൂ. ഏത്? ഇത് ലൈഫ് ജാക്കറ്റ്. ഇത് ലൈഫ് ജാക്കറ്റാണ്. ഇത് നമ്മൾ ബോട്ടിലൊക്കെ പോകാൻ നേരത്ത് ഉപയോഗിക്കുന്ന സാധനം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് വാട്ടർ മിക്സ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. ഇതിലത് വെള്ളം നിറയ്ക്കുന്നു. വെള്ളം നിറച്ചതിന് ശേഷം ഇത് കണ്ടോ, ഈ പ്രഷറൈസ് ആയിട്ടുള്ള ഇതുണ്ടല്ലോ, ഈ സിലിണ്ടർ ഉണ്ട്, ചെയ്യിപ്പിക്കും. ഇതിൻ്റെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തുറന്നു കൊടുക്കാൻ എന്ത് പറ്റും? ഈ പ്രഷറൈസർ ആയിട്ടുള്ള എയർ അറിയിച്ചെന്ന് വെള്ളത്തിന് എന്ത് ചെയ്യും? പ്രഷർ ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഈ ഗണ്ണ് കൊണ്ട് അടിക്കാൻ നേരത്ത് വളരെ ഫൈനായിട്ടുള്ള മിസ്റ്റിൽ നമുക്ക് കിട്ടും. തീ അണയ്ക്കാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഫയർ ബ്ലാങ്കറ്റ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. നമ്മൾ ബ്ലാങ്കറ്റ് പോലെ ഇരിക്കുന്ന സാധനമാണ്. പക്ഷേ ഇത് അതല്ല, ഫയർ ബ്ലാങ്കറ്റാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം 500 ഡിഗ്രി സെൽഷ്യസോളം ഉള്ള തീ നമുക്ക് അണയ്ക്കാനായിട്ട് കിട്ടും. ഇതിനകത്ത് മൂടി കൊടുത്താൽ മതി. ഓക്കെ, ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ. നിങ്ങളെ എല്ലാവരും ഒരു ഡൗട്ട് നിങ്ങൾ എല്ലാവരും ചോദിക്കാതെ നിങ്ങൾ ശരീരത്തിൽ നമ്മളെ ഉടുപ്പിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മണ്ണിൽ അപ്പോൾ ഇവിടെ വെച്ചാണ് പിടിക്കുന്നത്. ബെഡ്ഷീറ്റ് കൊണ്ട് ഇവിടെ നടക്കുന്നത് അല്ല. ഇവിടെ നമുക്ക് ഇപ്പം നടക്കും. ഇപ്പം എനിക്കൊരു ഫയറുണ്ടായി, എന്ത് ചെയ്യും? അത് മാത്രമേ ഉള്ളൂ മാർഗം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഷീറ്റ് വേറൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ അത് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ എന്നാണ് അതിനെ കറക്റ്റായിട്ട് പറയുന്നത്. ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ലൂസായി കൊണ്ടുപോയി വീഡിയോ എടുക്കട്ടെ സാറിന്. ഓക്കെ, ശരി ശരി. സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ നല്ല രീതിയിൽ സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ എന്നാണ് അത് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ തന്നെ നിൽക്കുക. ഓടിക്കഴിഞ്ഞാൽ എന്ത് വരും? ഈ ആളിക്കത്ത്, അതായത് ഓക്സിജൻ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വീണ്ടും ആളിക്കത്തും. അപ്പം അവിടെ നിൽക്കുക, അത് കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്യുക, താഴോട്ട് വീഴുക, അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? റോൾ ചെയ്യുക. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണ്? മുഖം എന്താണ്? പൊത്തുക. എന്താണ് മുഖം പൊത്തുന്നത്? കേട്ടില്ല? മുഖം പോലെയാണ്. പിന്നെ വേറെ മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്ലാമർ പോകും. അതെ, അല്ലല്ല സംഭവം. നമ്മുടെ കണ്ണുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടും തീയടിച്ച്. അതാണ് മെയിൻ കേസ്. അതുകൊണ്ടാണ് മുഖം പൊട്ടി വയ്ക്കുന്നത്. അതേപോലെ തന്നെയാണ് ഫേസിലെ ടിഷ്യൂസ് വളരെ സോഫ്റ്റാണ്. പെട്ടെന്ന് എന്താണ് ഡാമേജ് ഉണ്ടാവും. അതുമല്ല, പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്ക് എന്ത് ചെയ്യും? നമ്മുടെ മൂക്കിലൂടെ കയറി ലങ്സിലെത്തും അല്ലേ? അങ്ങനെ ഡാമേജ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇങ്ങനെ വെക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്റേണൽ ഓർഗനിന് എന്ത് പറ്റും? ഡാമേജ് ഉണ്ടാവും അല്ലേ? ഇന്റേണൽ ഓർഗൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ആ ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്
ഇങ്ങനെ പൊട്ടിയിട്ട് റോൾ ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തീയാണ്. അത് മണ്ണിൽ തന്നെ പോകണമെന്നില്ല, എവിടെയാണ് ടെയിലാണെങ്കിൽ ടെയില് എന്നും പറഞ്ഞ് മാറ്റിലൊന്നും ഉരുളരുത്, അതും കൂടെ വീട്ടിൽ കത്തും. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശരി, ഇതിപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ അങ്ങനെ സംഭവിച്ചു എന്ത് ചെയ്യും? കറക്റ്റ്, അത് തന്നെയാണ് ചെയ്യാനുള്ളത്. ആളിനെ തറയിലിട്ട് ഉരുട്ടുക. പക്ഷെ നോർമലി നമ്മളൊക്കെ ഒന്ന് കെട്ടി പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പറയാൻ പോയത്. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഉരുട്ടാൻ ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരാണെങ്കിൽ എന്നെയും കൂടെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എന്നെ ചേർന്ന് കയറി കെട്ടിപ്പിടിക്കും. അപ്പൊ രണ്ടുപേരും കൂടെ നിന്ന് കത്തും അല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഒന്നീ ബാക്കിലൂടെ പോയി അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ സൈഡിലൂടെ പോയി അപ്രോച്ച് ചെയ്യാം. അപ്പൊ അതിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബാക്കിലൂടെ പോയി അപ്രോച്ച് ചെയ്തിട്ട് എന്താണ്, ഒറ്റ തള്ളിയിട്ട് കഴിഞ്ഞാൽ മുഖം പൊട്ടിയായിരിക്കും അത് വീഴുന്നത്, ഫേസ് ഇടിച്ചു വന്ന് വീഴും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എന്താണ്, ഫ്രണ്ടിലൂടെ പോയി കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കും. അങ്ങനെ കെട്ടിപ്പിടിച്ചില്ലെങ്കിലും പിടിച്ച് തള്ളിക്കഴിഞ്ഞാൽ എന്ത് പുറം തല വന്നടിക്കും അല്ലേ? അപ്പൊ ചെയ്യാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ ബാക്കിലൂടെ ആയാലും സൈഡിലൂടെ ആയാലും ഒരു സൈഡിലോട്ട് എന്ത് ചെയ്യുക, തള്ളിയിടുക. തള്ളിയിട്ടതിന് ശേഷം കുരുക്കുക. എങ്ങനെ നമുക്ക് ആളിനെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഇതാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. ശരി, ഇനി നമുക്ക് ബാക്കിയുള്ളതൊന്ന് നോക്കാം. ജസ്റ്റ് ഇതെന്തെന്നറിയാമോ? ഇത് ഹൈഡ്രോളിക് കോമ്പി കട്ടർ എന്നാണ് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നത്. ഇത് വേറൊന്നുമല്ല. നമ്മൾ ഒരിപ്പം ആക്സിഡൻ്റായി ആൾക്കാരെന്ത് ചെയ്യും, കാറിൻ്റെ അകത്തൊക്കെ ജാമായിരിക്കും അല്ലേ? അങ്ങനെയുള്ള സന്ദർഭം വരാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആളിനെ എടുക്കണം. ചെന്നിങ്ങനെ വലിച്ചൂരി എടുക്കാൻ പറ്റൂല അല്ലേ? എങ്കിൽ കൈയും കാലൊക്കെ മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ആ കാറിൻ്റെ ടോപ്പൊക്കെ കട്ട് ചെയ്ത് ആളിനെ എങ്ങനെ ചെയ്യാൻ പറ്റും, പതുക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറ്റിൻ്റെ ഇടയിലൊക്കെ കാലൊക്കെ ആയപ്പോൾ സ്പ്രെഡ് ചെയ്ത് മാറ്റാൻ പറ്റും. വികസിപ്പിച്ച് മാറ്റി ആ കാലും കൈയും ഒക്കെ മോട്ടറിലാണ് സ്റ്റാർട്ടാക്കാൻ പറ്റും. ഇത് മോട്ടർ വഴി ഹൈഡ്രോളിക് വഴി ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇത് പമ്പാണ്, ഹൈഡ്രോളിക് പമ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ന്യൂമാറ്റിക് ബാഗ് എന്നാണ് അറിയപ്പെടുന്നത്. ന്യൂമാറ്റിക് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിൽ വർക്ക് ചെയ്യുന്ന ഒരു ബാഗാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഒക്കെ ആയ ആൾക്കാർ അടിയിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഈ ബാഗ് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ കാറോ ബസ്സോ എന്ത് വേണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പൊക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് ഇങ്ങനെയാണെങ്കിൽ എയറുമായിട്ട് കണക്ട് ചെയ്യും കേട്ടോ, സിലിണ്ടറുമായിട്ട് കണക്ട് ചെയ്യും. നമ്മൾ എയർ വരാനായിട്ട് എന്ത് ചെയ്യും, ഇതിങ്ങനെ വീർത്ത് വരും, ബലൂൺ വീർക്കുന്ന പോലെ വീർത്ത് വരും കേട്ടോ. ഏകദേശം 20 ടണ്ണ് വെയിറ്റ് നമുക്ക് ഇത് താങ്ങാൻ പറ്റും. ഓക്കെ, 20 ടണ്ണ് വെയിറ്റ് താങ്ങും. ഇത് ഈ ബാഗിൻ്റെ ഏറ്റവും ചെറുതാണ്, മറ്റു ബാഗിൻ്റെ ഏറ്റവും ചെറുതാണ്. ഇനി ഇതിൻ്റെ എല്ലാം വലുതൊക്കെ നമ്മുടെ സ്റ്റേഷനിൽ എടുക്കണം. ഇതേപോലത്തെ 2-3 സാധനമുണ്ട്. ഓക്കെ, ശരി. ഇനി ഇതെന്ന് പറഞ്ഞാൽ ബോൾട്ട് കട്ടർ എന്ന് പറയാം. അതായത് നമുക്ക് എന്താണ്, ഇതേപോലത്തെ ലോക്കൊക്കെ എന്താണ്, ലോക്ക് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അകത്ത് കട്ട് ചെയ്ത് അകത്ത് കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഓക്കെ, കുഞ്ഞിനെന്താ വാ തുറന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൈ വെച്ചിട്ട് വാ തുറന്ന് വെക്കുക. പിന്നെ ഈ കാല് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു വശത്ത് നമ്മുടെ കൈക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്ത് വയ്ക്കും. കാരണം കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇത് ഒരു സംഭവം ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവർക്ക് പറയാനോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, ചവിട്ടി പോകും. അപ്പോൾ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ കാലിലോട്ട് കുറച്ച് കമ്മിറ്റി ആ ഒരു ആണെങ്കിൽ ഒരു 45 ഡിഗ്രി ആണെങ്കിൽ കമ്മിറ്റി കഴിക്കുന്ന ശേഷം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ലൊക്കെ പാമ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് സ്ലാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഇതുവഴി താഴേക്ക് നമ്മൾ തുറന്ന് വെച്ചിരിക്കുന്നത് കൊണ്ട് കാലൊക്കെ കുടുങ്ങിയാലും എന്ത് ചെയ്യും, നമ്മൾ അതിങ്ങനെ പോകും. എന്നിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചായിരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെ കുഞ്ഞിനെ എന്ത് ചെയ്യുക, തിരിച്ച് അതേപോലെ ഇപ്പുറത്ത് കിടത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CPR ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കാൻ പറ്റും. ഒരു 5 ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാം, ഇത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് റിക്കവർ ആയി എന്ന് കരുതിയിട്ട് നമ്മൾ വീണ്ടും അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുകയും വേണം. കാരണം ആ ഒരു സമയത്ത് നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് പോലെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്കൊരു ഹോസ്പിറ്റലിൽ വരെയെങ്കിലും ഇവരെ നമുക്ക് എത്തിക്കാൻ